നേരത്തെ ആയിരുന്നെങ്കിൽ അമ്മ പറയുന്നത് പോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആരാണ് പറയുന്നതെന്നും എന്തിനു വേണ്ടിയാ പറയുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വന്ന് വന്ന് നീ ഒരു പുണ്യാളനായി പോയല്ലോ സൂരജ്. ബീന എന്താ പറയുന്നത്? സൂരജിന്റെ മാറ്റത്തിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്കൊരാപത്ത് വന്നാൽ ബീനയും മീരമോളും തനിച്ചായി പോകുമെന്ന് ഞാൻ പലപ്പോഴും പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊരു ധൈര്യം തോന്നുന്നു. നിങ്ങൾക്ക് സൂരജ് ഉണ്ടാവുന്നുള്ള ധൈര്യം. എന്തിനാ ഹരിയേട്ടാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഹരിയേട്ടൻ എന്ത് സംഭവിക്കുന്ന? സംഭവിക്കുന്നല്ല ബീന, സംഭവിച്ചാലെന്നാ ഞാൻ പറഞ്ഞത്. പേടിക്കേണ്ട ഹരീശ, ഇനി ഒരിക്കലും ആ പഴയ സൂരജ് ഉണ്ടാവില്ല. പഴയ സൂരജിന് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ എന്നേക്കാൾ ചിന്തിക്കുന്നത് എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. നീ ഇപ്പോഴേ വലിയ കാരണവര് വർത്താനൊന്നും പറയണ്ട. ആദ്യം മര്യാദയ്ക്ക് ജോലിക്ക് പോയി സ്വന്തം ജീവിതം നേരെയാക്കാൻ നോക്ക്. സൂരജ് ശരിയായ രീതിയിൽ ചിന്തിക്കുമ്പോ ബീന അവനെ സ്വാർത്ഥനാക്കാൻ നോക്കുവാണോ? അങ്ങനെ അല്ല ഹരിയേട്ടാ, പറഞ്ഞേ ഉള്ളൂ. ശരി, എങ്കിലിനി മോൻ റെഡിയായി ഓഫീസിലേക്ക് പോകാൻ നോക്ക്. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആവണ്ട. ശരി, ചെല്ല. നിനക്ക് എന്താടാ സൂരജെ പറ്റിയേ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്താ അമ്മേ? നീ കൂടുതലും നന്മമരമൊന്നും ആവണ്ട. മര്യാദയ്ക്ക് ആദർശിന്റെ ഓഫീസിൽ ചെന്ന് എങ്ങനെങ്കിലും 10 കാശുണ്ടാക്കാൻ നോക്ക്. നിന്റെ ലക്ഷ്യം നിന്റെ ഭാവിയായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാൻ നടന്നാലേ നിന്റെ അച്ഛനെയും മുത്തശ്ശനെയും പോലെ ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വരും. എനിക്ക് വേണ്ടത് മനസമാധാനവും സന്തോഷമാണ്. ഇപ്പൊ എനിക്കതുണ്ട്, അത് മതി. മോളെ, പോയി മുത്തശ്ശി അമ്മായിയെ വിളിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ, നിങ്ങൾ വന്നോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ പറയായിരുന്നു. എന്നാ നമുക്ക് കഴിക്കാം. അല്ല, സുഭദ്ര എവിടെ? സുഭദ്ര കൂടി വിളിക്കായിരുന്നില്ലേ? ചേച്ചി രാവിലെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം അതിന്റെ പ്രസാദമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുന്നത്. ആണോ? അത് മാത്രമാണ് കഴിക്കുന്നത്? അപ്പൊ വിശക്കില്ലേ? ചേച്ചിക്കത് ശീലമാണ്. മിക്ക ദിവസവും ആഹാരം പോലും കഴിക്കില്ല. ഉപവാസവും വ്രതവും ഒക്കെ ആയിരിക്കും. ഈ അമ്മയും മോശമൊന്നുമല്ല. മനോജേട്ടൻ നിർബന്ധിച്ച ഭക്ഷണം കഴിപ്പിക്കുന്നെ. ഭക്ഷണം വയറ് നിറയാൻ മാത്രം കഴിക്കണമെന്നില്ല. സമയത്ത് എന്തെങ്കിലും കഴിക്കണം, ജീവൻ നിലനിൽക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി വ്രതം എടുക്കുമ്പോ വിശപ്പ് നമുക്ക് തോന്നില്ല. നമ്മൾ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളും ചൊല്ലുന്ന നാമവും തന്നെയാ നമ്മുടെ ഭക്ഷണം. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് വിശന്ന വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. ഹലോ, ആ അതെ, സൂരജ് ഇന്ന് ജോയിൻ ചെയ്യും. പേപ്പേഴ്സ് എല്ലാം റെഡി ആക്കിക്കോ. ശരി, ഓക്കെ. ഏത് സൂരജിന്റെ കാര്യം ആദർശ് പറഞ്ഞത്? നമ്മുടെ സൂരജിന്റെ കാര്യം തന്നെയാ. ഇന്നു മുതൽ സൂരജും ദേവ ബിൽഡേഴ്സിൽ ഉണ്ടാവും. ആദർശ് കാണിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അതെന്താ തന്നെ അങ്ങനെ പറഞ്ഞത്? എന്റെ ചേച്ചി, ആ ചെറുക്കനെ പോലെ ഒരു തല്ലിപ്പൊളി പയ്യനെ വേറെ കാണാൻ കിട്ടില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെ കള്ളത്തരങ്ങൾ അവൻ ചെയ്തു കൂട്ടിയെന്നറിയോ? സൂരജിന് ധന്യ പറയുന്നത് പോലെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നെ അമ്മയോടാരാ പറഞ്ഞേ? ഞാൻ ഈ പറയുന്നത് നുണയാണോ സത്യമാണെന്ന് മീരയ്ക്ക് തന്നെ അറിയാലോ. ആൺകുട്ടികളാകുമ്പോൾ അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. അത് സാധാരണയല്ല ആന്റി. അത് ആദർശന് അവനെ കുറിച്ച് നന്നായി അറിയാത്തത് കൊണ്ട് പറയുന്നത്. അല്ലമ്മായി, സൂരജ് ഇപ്പൊ പഴയ ആളല്ല, ഒരുപാട് മാറി. ഇപ്പോ എല്ലാ കാര്യത്തിലും നല്ല ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. ദേവാ ബിൽഡേഴ്സിൽ ജോലിക്കെടുക്കുന്നവരുടെ സ്വഭാവവും ഹിസ്റ്ററിയും ഇമ്പോർട്ടന്റ് ആണെന്ന് നീ മറന്നോ ആദർശ്? സൂരജിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആദർശ് വലിയ അപകടത്തിലേക്കാ ചാടുന്നത്.
സ്വന്തം വീട്ടിൽ പോലും കള്ളം കാണിക്കുന്നവനാ അവൻ. അവനെ എങ്ങനെ വിശ്വസിച്ചൊരു സ്ഥാപനത്തിൽ നിർത്തും? ധന്യേ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പറയുന്നതൊക്കെ സത്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ആ സൂരജിന്റെ കാര്യത്തില് അവനെ കുറ്റം പറയാൻ പറ്റില്ല. ബീനയുടെ തനി സ്വഭാവമാണ് അവന് കിട്ടിയിരിക്കുന്നത്. എന്റെ ചേച്ചി, അവളുടെ സ്വഭാവ ഗുണം കൊണ്ട് ഭർത്താവ് മരിച്ചു. ഒറ്റയ്ക്ക് ആ കൊച്ചിനെ കൊണ്ട് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ ഞാനാ ഹരിയായിട്ടുള്ള ആലോചന കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും ഇത്തിരി കഞ്ഞി കുടിച്ച് കിടന്നോട്ടെ എന്ന് കരുതി. പക്ഷെ കല്യാണം കഴിഞ്ഞ് നല്ല ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോ അവളുടെ തനി സ്വഭാവം പുറത്തു വന്നു. പിന്നെ ജീവിതം ഉണ്ടാക്കി കൊടുത്ത എന്നെ പോലും അവൾക്ക് കാണാൻ പാടില്ല. ഇതൊക്കെ സത്യമാണോ മീരെ? മീര എന്താ ഒന്നും മിണ്ടാത്തത്? അതമ്മേ, ഞാൻ അവളെങ്ങനെ പറയും? രക്തബന്ധം അല്ലെങ്കിലും അമ്മയുടെ ആങ്ങളുടെ സ്ഥാനത്തല്ലേ. അതുകൊണ്ട് സഹിക്കുക, പാവം. അപ്പോ അഭി പറഞ്ഞതൊന്നും തെറ്റല്ല അല്ലേ? ആ സൂരജിന്റെ കുറ്റമാണെങ്കിൽ എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. സത്യമായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാ, ആ സ്ഥാപനം നന്നായിട്ട് പോണമെന്നുണ്ടെങ്കിൽ അവൻ അവിടെ കയറ്റരുത്. ആദർശ് എന്താ ഒന്നും പറയാത്തത്? ഇത് ആന്റിക്ക് സൂരജിനെ കുറിച്ചുള്ള അഭിപ്രായമല്ലേ? എനിക്കങ്ങനെ അവനൊരു പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നിയിട്ടില്ല. ധന്യ പറഞ്ഞതുപോലെയുള്ള കുഴപ്പങ്ങളൊന്നും സൂരജിനില്ല. അപ്പൊ ഞാൻ നുണ പറഞ്ഞെന്നാണോ അമ്മ പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നുണയുണ്ടോന്ന് മീര പറയട്ടെ. എന്താ മീരെ, മറുപടി ഒന്നുമില്ലേ? എന്റെ ചേച്ചി, ഈ മീരെ അമ്മയൊക്കെ സാധുക്കളാണ്. അവരെ ആർക്കും വേഗം പറ്റിക്കാം. ഇപ്പൊ നല്ല പിള്ള ചമഞ്ഞ് ബീനയും സൂരജും കൂടി ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സൂരജിന്റെ സ്വഭാവത്തെക്കുറിച്ച് അഭിരാമി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും സൂരജിനെ ദേവ ബിൽഡേഴ്സിൽ നിയമിക്കുമെന്ന് വാക്കുകൊടുത്തത് ഞാനാണ്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. എല്ലാം ആദർശിന്റെ ഇഷ്ടം. മാധവേച്ചി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ വാ. വാ അമ്മേ. അമ്മേ, അമ്മേ, നീ റെഡിയായോ? ഓക്കെ അല്ലേ അമ്മേ? നന്നായിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറി ആ കമ്പനി തന്നെ അങ്ങ് സ്വന്തമാക്കണം. അല്ലെങ്കിൽ അതിലും വലിയൊരു കമ്പനി നിനക്ക് തുടങ്ങാൻ സാധിക്കണം. അതായിരിക്കണം മനസ്സിലെ ലക്ഷ്യം. ആദർശേട്ടൻ എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ തെറ്റൊന്നും വരുത്താതെ നന്നായി ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാമേ. കൺസ്ട്രക്ഷൻ മേഖലയിലൊന്നും എനിക്ക് മുൻപരിചയമൊന്നുമില്ല. എല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കാൻ തന്നെ എത്ര നാളെടുക്കുമെന്ന് അറിയില്ല. എന്നിട്ടല്ലേ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്നത്. ഈ കാണുന്ന മുതലാളിമാരെല്ലാം അവര് കമ്പനി തുടങ്ങും മുമ്പ് എല്ലാ ജോലികളും ചെയ്ത് പഠിച്ചിട്ടാണ് തുടങ്ങിയെന്നാണോ നീ കരുതുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് നേടി വലിയൊരു പൊസിഷനിൽ എത്തണമെങ്കിൽ ആദ്യം അതെല്ലാം സ്വന്തമാക്കണം എന്നൊരാഗ്രഹവും സ്വപ്നവും നമുക്ക് വേണം. അതിനു വേണ്ട വഴികൾ കണ്ടെത്താൻ ശ്രമിക്കണം. എപ്പോഴും നേരായ വഴികളിലൂടെ പോയാ ലക്ഷ്യങ്ങൾ വേഗം സ്വന്തമാക്കാൻ സാധിക്കില്ല. കാണുന്ന കുറുക്ക് വഴികളെല്ലാം അതിനുപയോഗിക്കണം. റിസ്ക് എടുക്കണം. കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കണം. അങ്ങനെ വാശിയോടെയും മത്സരബുദ്ധിയോടെയും മുന്നോട്ട് പോയാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തി ഈ മത്സര ഓട്ടപ്പാച്ചിലിൽ എന്തെങ്കിലും നേടിയിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? നിന്റെ ജീവിതം മെച്ചപ്പെടും. നിന്നെ ജനങ്ങൾ ബഹുമാനിക്കും. മോനെ, വിജയിച്ചവർക്കേ ഈ ലോകത്ത് വിലയുള്ളൂ. തോറ്റവരും സാധാരണക്കാരും എന്നും വിജയിച്ചവരെ നോക്കി അസൂയപ്പെട്ട് ആയുസ് തീർക്കേ ഉള്ളൂ. നിനക്ക് ആ അവസ്ഥ വരരുത്. അമ്മേ, നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ജോലിയും അവസരങ്ങളും നന്നായിട്ട് ഉപയോഗിച്ച് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഹാർഡ് വർക്ക് ചെയ്താ അതിന് ഫലമുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലാത്തതിന് പിന്നാലെ ഓടി ജീവിതം കളയാതെ ഉള്ളതിൽ സന്തോഷിച്ച മനസ്സമാധാനം ഉണ്ടാവും. മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളായി സ്വന്തം ഉള്ളിൽ നീറി ജീവിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം?
അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടായ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം അർത്ഥമില്ലാത്ത കാര്യങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയുകയും നിരാശ തോന്നുകയും ചെയ്യില്ലേ? സൂരജ്, അങ്ങനൊന്നും അല്ല. നിന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ സമയത്തിനി അതൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല. ഇപ്പൊ നീ നേരെ ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാൻ നോക്ക്. ഹരിയച്ചനോടെ അമ്മ? മുറിയിലുണ്ടാവും. എന്തിനാ? അല്ല, പറഞ്ഞിട്ടിറങ്ങാന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞതല്ലേ. ഇനി വെറുതെ സമയം കളയണ്ട. മോൻ ഇറങ്ങിക്കും. ഹരിയച്ച, സൂരജ് റെഡിയായോ? ആദ്യമായിട്ട് ജോലിക്ക് പോവല്ലേ? ഹരിയച്ചൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും മോനെ. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോ? എന്റെ മോൻ മിടുക്കനാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഞാൻ കൊണ്ടുവിടാം സൂരജ്. ആദ്യത്തെ ദിവസമല്ലേ, ബസ്സിലും ഓട്ടോയിലൊക്കെ പോയി ലേറ്റ് ആവണ്ട. മോനെ വിടാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ റെഡിയായത്. പോയിട്ട് വാ മോനെ. ഭക്ഷണമൊന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു അല്ലേ അമ്മേ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. എല്ലാം നന്നായിരുന്നു. ഓ, ഞാൻ വെക്കുന്ന കറിയുടെ നല്ലൊരു ടേസ്റ്റ് പോലും ഇല്ലായിരുന്നു അതിന്. നീ എന്താ തന്നെ ഇങ്ങനെ? എന്തിനും കുറ്റം പറയണമെന്ന് നിർബന്ധമാണോ? ഞാനെന്ത് കുറ്റാ പറഞ്ഞേ? കറി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞത്. അത് എന്റെ അഭിപ്രായമാണ്. കറിയുടെ കാര്യമല്ല, ആ സൂരജിനെയും ബീനയും കുറിച്ച് നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഓ, അതാണോ? ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റ്? ധന്യക്ക് അവരെ ഇഷ്ടമല്ലെന്ന് കരുതി ഇങ്ങനെ ഓരോന്നും പറയാവോ? ഒന്നും അല്ലെങ്കിലും എവിടെ നിന്നാ സംസാരിക്കുന്നെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? സത്യം എവിടെ നിന്ന് ആരോട് പറയുന്നതിനും പേടിക്കേണ്ട കാര്യം എന്താ? മീര നമ്മുടെ കുട്ടിയാ. അവൾക്കും ഭർത്താവിനും ഒരപകടം വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാ. സൂരജിനെ ജോലിക്ക് കയറ്റിയ അതിന്റെ നഷ്ടം ആദർശനാ. അതറിഞ്ഞു വെച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റല്ലേ? ഇവിടെ നിന്ന് സൂരജിനെയും ബീനയും കുറ്റം പറഞ്ഞ അതിന്റെ ദോഷം മീരയ്ക്കാണെന്ന് എന്താ ധന്യ മറക്കുന്നത്? മീരയ്ക്ക് എന്ത് ദോഷം വരാനാ? ബീനയും സൂരജുമായി മീരയ്ക്ക് ഒരു രക്തബന്ധവും ഇല്ല. ബീന ഹരിയുടെ ഭാര്യയാണെന്നല്ലാതെ മീരയുടെ അമ്മയൊന്നും ആവില്ലല്ലോ. എന്നാലും അങ്ങനൊന്നും പറയരുത്. അത് ശരിയല്ല ധന്യേ. ഇങ്ങോട്ട് വരാൻ നേരം മനോജ് പ്രത്യേകം പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്തൊന്നും ഇവിടെ വന്ന് പറയരുതെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് മനോജേട്ടൻ പറഞ്ഞു. പക്ഷെ ഇത് ആവശ്യമില്ലാത്തതല്ല. പിന്നെ അമ്മ ശ്രദ്ധിച്ചോ? ആ സൂരജിനെ ജോലിക്ക് എടുക്കുന്നതിനോട് മാധവി ചേച്ചിക്ക് ഒരു താല്പര്യമില്ല. അത് അവരുടെ മുഖത്തു നിന്ന് തന്നെ അറിയാം. അവർക്ക് മാത്രമല്ല, ആ അഭിരാമിക്കും താല്പര്യമില്ലെന്ന് പറയുന്നത് കേട്ടില്ലേ? അങ്ങനെ എല്ലാവരെയും മുഷിപ്പിച്ച് ആദർശ് മീരെ എന്തിനാ അവന് ജോലിക്ക് എടുക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ. നമ്മളിവിടെ 2 ദിവസത്തേക്ക് വിരുന്ന് വന്നവര് മാത്രമാ. അപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. അതാ മര്യാദ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇത് നമുക്ക് അന്യ വീടൊന്നും അല്ലല്ലോ, നമ്മുടെ മീരയുടെ വീടാ. ആ ഒരു കണ്ണിൽ വേണം നമ്മൾ എല്ലാത്തിലും ഇടപെടാൻ. പിന്നെ ബീനെ കുറിച്ചൊരു ധാരണ കൊടുത്തു വെക്കുന്നത് നല്ലതാ. നാളെ അവൾ ഇവിടെ വന്ന് മീരയുടെ അമ്മ കളിച്ച് ആളാവാൻ നോക്കിയാലും ബീനയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവർക്കൊരു ഐഡിയ കിട്ടണം. അതിനു വേണ്ടി കൂടിയാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അതേതായാലുവേ മോശമായി പോയിന്നാ എന്റെ അഭിപ്രായം. അല്ലെങ്കിലും അമ്മയും മനോജേട്ടനും ഞാൻ എന്ത് ചെയ്താലും അതിന് കുറ്റമല്ലേ കാണൂ. ഞാൻ പറയുന്നതിന്റെ പിന്നില് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെയൊന്നും അല്ല ധന്യേ. നമ്മളൊരു കാര്യം സംസാരിക്കുന്നത് എവിടെ നിന്നാണെന്ന് എപ്പോഴും ഓർക്കണം. അങ്ങനെയൊക്കെ ഓർത്തിരുന്ന പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാതെ ആയിപ്പോവും.
ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ആദർശ് ജയിലിൽ കിടക്കുന്ന സമയത്ത് മീരയ്ക്കൊപ്പം നിന്നതും അവളെ സഹായിച്ചതും സൂരജ. ആദർശിനും മീരയ്ക്കും അതിന് നന്ദിയുണ്ടാവും സൂരജിനോട്. എന്റെ അമ്മേ, ഒന്നും കാണാതെയാണ് ബീന മകനെ അതിനൊക്കെ വിട്ടതെന്നാണോ അമ്മ കരുതുന്നത്? അല്ലെങ്കിൽ തന്നെ ബീനയ്ക്ക് മീരയോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാലോ. ഇത്രയും വർഷം കൂടെ താമസിച്ചപ്പോ ഇല്ലാത്ത സ്നേഹവും കാണിച്ച് അവൾ ഇപ്പൊ വരുന്നതേ ആദർശിന്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇവിടെ വന്നു നിന്ന് ഒരിക്കലും സൂരജിനെയും ബീനയും കുറ്റം പറയാൻ പാടില്ല. തന്നെ നീ ഓരോന്നും വായിലൂടെ വിളിച്ചു പറയുന്നതിലൂടെ നശിക്കുന്നത് ആ പയ്യന്റെ ഭാവിയാണെങ്കിലോ? ഓ, അങ്ങനെ നശിക്കുവാണെങ്കിൽ അങ്ങ് നശിക്കട്ടെ, അതവന്റെ വിധിയാണെന്ന് കൂട്ടിയാ മതി. ഇങ്ങനൊന്നും പറയാൻ പാടില്ല തന്നെ. നാളെ നമുക്കൊരാവശ്യം വരുമ്പോ സഹായിക്കാൻ വരുന്നത് ആരാവെന്ന് പറയാൻ പറ്റില്ല. ആരൊക്കെ സഹായിച്ചാലും ആരുടെയൊക്കെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്നാലും ആ ബീനയുടെ മകന്റെ മുന്നിൽ ഞാൻ യാചിക്കാൻ പോവില്ല. അവരുടെ മുന്നിലെ സഹായം ചോദിച്ചു പോകുന്നതിലും നല്ലത് മരിക്കുന്നത്. ദേ, വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കണം തന്നെ. വാവിട്ട വാക്കേ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഓർമ്മ വേണം നിനക്ക്. ഇവിടെ തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാ. ആരും നിന്നോട് ചോദിച്ചിട്ടല്ല സൂരജിന്റെ കാര്യം പറഞ്ഞെന്ന് മറക്കണ്ട. അമ്മ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കണ്ട. സ്വയം ഞാൻ ശരിയാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നവരെ പറഞ്ഞു തിരുത്താൻ പറ്റില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യേ. അമ്മ വെറുതെ വല്ലവരുടെ കാര്യം പറഞ്ഞ് വഴക്കിടാതെ വല്ല നാമവും ജപിച്ചിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കിടന്ന് മയങ്ങാൻ നോക്ക്. ഞാനേ വിശാലിന്റെ പുതിയ വീഡിയോ നോക്കട്ടെ. ഹലോ അഭി. ആ അമ്മേ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഇവിടെ എന്ത് വിശേഷം? അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, ആദർശെല്ലാം ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നന്നായി. അല്ല, വിഘ്നേഷ് എവിടെ മോളെ? വിഘ്നേഷ് ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടമ്മേ. സത്യം പറയാലോ, ഞാൻ കരുതിയത് വിവാഹത്തോടെ ആദർശാകെ മാറിപ്പോയി നമ്മളോട് സ്നേഹമൊന്നും ഇല്ലാതായി എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ എനിക്കും വിഘ്നേഷ് ഏട്ടനും ഒരുപാട് കാര്യങ്ങൾ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും അറിയേണ്ടതില്ല. ഓ, നീ തന്നെയല്ലേ അഭി എല്ലാം പറയുന്നത്. ആ പിന്നെ കാഴ്ചകൾ കണ്ടു നടന്ന് പോയ കാര്യം മറക്കരുത്. കമ്പനി കാര്യത്തിന് വേണ്ടിയാണ് പോയതെന്ന ചിന്ത മനസ്സിലുണ്ടാവണം. അമ്മ പേടിക്കണ്ട, ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് മതി. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വാർത്തകൾ? ഓ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ പിന്നെ മീരയുടെ അമ്മായിയും മുത്തശ്ശിയും കുറച്ചു ദിവസം നിൽക്കാനായി വന്നിട്ടുണ്ട്. ആര്? ആ മനോജ് ഞങ്ങളുടെ വൈഫോ? ആ അതെ, സാവിത്രിയമ്മയുണ്ട്. എന്തിനാ അവരെയൊക്കെ അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്? നിനക്കെന്താ അഭി? അവരിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. ധന്യയ്ക്ക് സുഖമില്ല. മനോജും മോളും മഹാബലിപുരത്തിന് ആ കുട്ടിയുടെ എന്തോ പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുക. അതുകൊണ്ട് അവർ തിരിച്ചു വരുന്നതുവരെ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. ആ മീര ആള് കൊള്ളാലോ. ഞാൻ ആ പടി ഇറങ്ങിയ ഉടനെ അവള് കുടുംബക്കാരെ മുഴുവൻ വീട്ടിൽ കയറ്റിയല്ലോ. ഇതാ ഞാൻ പറയുന്നത്, അവൾക്ക് കുരുട്ടു ബുദ്ധിയാന്ന്. ഒരാവശ്യം വന്ന ബന്ധുക്കൾ തമ്മിൽ പരസ്പരം സഹായിക്കണ്ടേ അഭി? അതിനിങ്ങനെയൊക്കെയാണോ പറയുന്നേ? ഹാ, കണ്ടോ, അമ്മയുടെ സംസാരത്തിൽ മാറ്റമുണ്ട്. എനിക്കറിയാം, അവൾക്ക് ആളുകളെ സ്വാധീനിക്കാൻ നല്ല കഴിവാ. അതാ ഈ കാണുന്നത്. അമ്മ നോക്കിക്കോ, താമസിക്കാതെ അവള് നമ്മളെ പുറത്താക്കി അവളുടെ ആൾക്കാരെ നമ്മുടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. അങ്ങനെയൊന്നും അല്ല. ഞാൻ കൂടി പറഞ്ഞിട്ടാ സാവിത്രിയമ്മ ധന്യയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മയ്ക്കിത് എന്താ പറ്റിയത്? അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കാര്യം കേട്ടപ്പോ നിനക്ക് ഇത്രയും ദേഷ്യം വന്നെങ്കിൽ സൂരജിന്റെ കാര്യം അറിഞ്ഞാ എന്തു പറയും? സൂരജിന്റെ കാര്യോ? എന്ത് കാര്യം? എടി, സൂരജ് നമ്മുടെ കമ്പനി ജോയിൻ ചെയ്തു.
എന്താ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണല്ലേ എന്നെ വിഘ്നേഷേട്ടനെ അവൻ നാട് കടത്തിയത്? ഞാൻ കരുതി ഇപ്പോഴും അവന് നമ്മളോട് സ്നേഹമുണ്ടെന്നാ. പക്ഷെ ഇല്ല, അവന് ഒരു സ്നേഹവും ഇല്ല. അവന് സ്നേഹം അവന്റെ ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടും മാത്രമാ. വിഘ്നേഷേട്ടൻ ആദ്യമേ പറഞ്ഞതാ ആദർശ് പെട്ടെന്ന് ഈ യാത്ര അറേഞ്ച് ചെയ്തതില് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. പൊട്ടിയായ ഞാനത് മനസ്സിലാക്കിയില്ല. നീ ഒന്ന് സമാധാനിക്കബി. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മ എന്താ ഈ പറയുന്നത്? ഇത് കേട്ടിട്ട് പിന്നെ ഞാൻ എന്താ സന്തോഷിക്കണോ? ഇത് ചതിയല്ലേ അമ്മേ? ആ സൂരജ് നമ്മുടെ കമ്പനിയിൽ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതല്ലേ? അപ്പോ എന്റെ തീരുമാനത്തിന് എന്താ ഒരു വിലയില്ലേ? നീ ഇനി ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. സൂരജിനെ അവിടെ നിയമിക്കുക എന്നുള്ളത് ആദർശിന്റെ തീരുമാനമല്ലേ? അത് നമ്മളായിട്ട് എതിർക്കണ്ട. പറ്റില്ല. അത് ആദർശിന്റെ മാത്രം കമ്പനിയല്ല. അവനെ പോലെ എനിക്കും തുല്യ അവകാശമുണ്ട്. എന്റെ തീരുമാനങ്ങളും അവിടെ നടക്കണം. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് അമ്മ കരുതണ്ട.